മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അയാളുടെ അഭിപ്രായം അനുസരിച്ചിട്ട് ധാരാളം ഖുർആന്റെ ആയത്ത് ഇറങ്ങിയതായിട്ട് നാം ചെന്നത്. അതിൽപ്പെട്ട ഒരു ആയത്തായിട്ട് കല്ല് സംബന്ധമായിട്ട്, അപ്പൊ മസ്താക്കയുടെ വസ്തു സംബന്ധമായിട്ടും ഇറങ്ങിയ ആയത്തും മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാരണത്തിലായിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നെയും പടച്ചറബ്ബേ അല്ലാഹുമ്മ ബയ്യിൻ ലനാ ബയാനൻ ശാഫിയ, പടച്ചറബ്ബേ വ്യക്തമായിട്ടുള്ള ഒരു വിരോധ ഈ വിഷയത്തിൽ നീ കൊമ്പറിനോ ചെന്നിട്ടു. പിന്നെയും ദ്വാരത കാലത്തില് അല്ലാഹു തആല ഘട്ടം ഘട്ടമായിട്ട് എന്താക്കിയ കല്ലുടെ നിഷേധാക്കിയ പരിശുദ്ധ ഇസ്ലാമുണ്ട്. അങ്ങനെ അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലു, അറബിയുടെ ആൽമാർ കണ്ടെത്തത്ര ഏറ്റവും ടെൻഷനായ ഒരു 4 ബാരിക്കല ചെന്നിട്ടായിട്ട് ഏറ്റവും ടെൻഷനായത് കുറെ ആൽമാർക്ക്. കാരണം അത്രയും ചെലവായിട്ടിരുന്ന ഒന്നായിട്ട് അണ്ടത്തെ കാലത്തിൽ കല്ല് ചൊല്ല്. മാത്രല്ല അങ്ങനെ മേലില് ഭയങ്കരമായിട്ടും ഒരു തീവ്രമായിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് കല്ല് ഹറാമാക്കിയ ആ സന്ദർഭ ചെന്നിട്ടായിട്ട് അനസ് റളിയല്ലാഹു അൻഹു പഠിപ്പാട്ട്. അങ്ങനെ ഹിജറി 3-ാമത്തെ വർഷത്തിലായിട്ട് ഈ കല്ലുടെ അള്ളാഹു നിഷേധാക്കി. അങ്ങനെ ഈ കല്ലുടെ നിഷേധാക്കുമ്പോ അള്ളാഹു താല ഈ 4 ആയത്ത് അത് ഒർക്കലെ അല്ല നിഷേധാക്കിയത്. ആ സംബന്ധമായിട്ട് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹിയും അതേപോലെ ധാരാളം മുഫസ്സിരീങ്ങൾ ചൊല്ലാറ് ഈ കല്ല് ചൊല്ലത് ഈ തർത്തീബിയുടെ മേൽ ചെന്നെങ്കിൽ ഫസ്റ്റ് അല്ലാഹു തആല ചൊല്ലുന്നേ എന്തിനെ അതിൽ നിങ്ങൾക്ക് എന്തിനുണ്ടോ ഫായിദ ഉണ്ടോ, അതേപോലെ അതിനെ കാണുമ്പോൾ ദോഷമുണ്ടോ ചൊന്നിട്ടായിട്ട് അള്ളാഹു അതിനെ നിഷേധാക്കി. അതേപോലെ പിന്നെ അള്ളാഹു ചൊന്നങ്ങനെ നിസ്കരിക്കോ പറമ്പത്തു എന്താക്കോ തീരാ നിങ്ങൾ കുടിക്കോ തീരാ ചൊന്നിട്ടായിട്ട് പിന്നെ അള്ളാഹു നിഷേധാക്കി. പിന്നെ ആയിട്ട് അള്ളാഹു താല എന്താക്കിയേ ഒരിക്കലും നിങ്ങൾ നിപ്പാട്ടാറായില്ലേ ചൊന്ന് കേട്ട് അങ്ങനെ ആയിട്ട് എന്ത് ഇങ്ങനെ നമുക്ക് കാരണം ചൊന്നിട്ടും മുഫസ്സിരീങ്ങൾ ചൊല്ലാറ് അന്നഹു തആല അലിമ അന്നൽ ഖൗമ കാനു പിന്നെ അല്ലഫു ശുർബൽ ഖംറി വകാന ഇന്തിഫാഉം ബിഹി കസീറ. അങ്ങ് ടോട്ടലി എഡിറ്റ് ആയിട്ട് രണ്ടത്തെ ജനത്തെ മാത്രല്ല അതിന് ചൊമ്മ ഉപകാരം എടുത്തോണ്ടിരുന്നാറങ്ങ. ആ കാലത്തില് അള്ളാഹു പടച്ചുറപ്പ് എന്താക്കിയ ഉർക്കലെ ഇത് നിഷേധാക്കിണ്ടെങ്കിൽ ഇത് ചൊമ്മങ്ങ കഷ്ടായി പോവുച്ചുണ്ട്. ഈ നിലക്കായിട്ട് അള്ളാഹു താലങ്ങക്ക് ഘട്ടം ഘട്ടമായിട്ട് അള്ളാഹു കല്ലുടെ നിഷേധാക്കിയ ചൊന്നിട്ടായിട്ട് ഹാനായ ഇമാം ഖഫ്ഫാൽ റളിയല്ലാഹു അൻഹു സംഭവ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീറുൽ കബീറിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നു. മാത്രല്ല അത് നിഷേധായാൽ പിന്നെ കല്ല് നിഷേധായാൽ പിന്നെ സ്വഹാബത്ത് ആ കല്ലിട്ടുകൊള്ള വെറുപ്പു അല്ലുണ്ടെങ്കിൽ ആ കല്ലുടെ വിഷയെടുക്കുമ്പോഴത്തുകൊള്ള അർസ എത്ര തോലോ ചൊല്ലുണ്ടെങ്കിൽ അലി റളിയല്ലാഹു അൻഹു ചൊല്ലു ലൗ വഖഅത് ഖുത്റത്തുൻ ഫീ ബിഇരിൻ ഫബുനിയത് ഫീ മകാനിഹാ മനാറ ലം ഉഅദ്ദിന അലൈഹാ. അലി റളിയല്ലാഹു അൻഹു ചൊല്ല് കല്ലുടെ ഒരു തുള്ളി മൂന്നൊരു കെണ മാത്രം ഉണ്ടു, ഒരു കല്ലുടെ ഒരു തുള്ളി മാത്രം ഒരു കിണറ്റിൽ മാത്രം വന്നു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞിട്ട് ആ അവിടെ ഇട്ടിക്കര് ആ ജാഗയില് വലിയൊരു മിനാറ വന്നിട്ടെങ്കിൽ അതേ ജാഗയിൽ ഒരു വലിയൊരു മിനാറ വന്നിട്ടെങ്കിൽ ആ മിനാറത്തെ മേലിൽ ബാങ്ക് കൊടുക്കല ചെന്നിട്ട് പോലും മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പാട്ടിച്ചു. എന്തേ അത്രത്തോളം അതിൽ പിന്നെന്തായിട്ട് കല്ലായിട്ടുള്ള വെറുപ്പ് അങ്ങനെ ആയിട്ട് അത്രയും സ്ട്രോങ് ആയിട്ട് അങ്ങനെ എന്താക്കിയ ഒരു തീരുമാനത്തിൽ വന്നാറ്. എന്നിട്ടാൽ ചൊല്ല് ഇനി ഒരു കല്ലുടെ ഒരു തുള്ളി മാത്തു ഒരു കടലുക്ക് മാത്തു പോത്തു. എന്നിട്ടാ ആ കടലില് മാത്തു പോന്നിട്ടു അതിനെ കാരണത്തിൽ മാത്രം ഒരു കൃഷി മാത്തു വലിഞ്ഞിട്ടെങ്കിൽ ആ കൃഷിയുള്ള ജാഗയില് നന്റെ ആട്ടിനെ പോലും ഞാൻ മെയ്ക്കൊണപ്പെടലായിട്ട് ഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അത്രത്തോളം ഒരു തീരുമാനം പടച്ചറപ്പെടുത്ത് വന്നിട്ടാകുമ്പോത്തുക അത്രയും അങ്ങ് സ്ട്രോങ് ആയാലും ചൊന്നിട്ടായിട്ട് ചരിത്ര ചൊല്ല്. മാത്രല്ല അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലു ഇന്നി ലഖായിമുൻ അസ്ഖിഹ അബാ തുൽഹ വഅബാ അയ്യൂബ് വറിജാലൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹു ചൊല്ല് നാളെ കല്ലുടെ അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവും അതേപോലെ അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹുവും ചില സ്വഹാബത്തുക്ക് ഞാനിങ്ങനെ ഭീതി കൊടുത്തു പുറത്തായിട്ടില്ല.
ഇവിടെ ഞങ്ങൾ ഔത്തുള്ളാണിങ്ങനെ ഭീതി കൊടുത്തോണ്ടില്ല. അപ്പ വന്നിട്ട് ഒരാൾ ചൊന്തു, അല്ല അനസേ നിങ്ങൾ വിഷയം കുഞ്ഞില്ലേ ചെന്ന് കേട്ടു. അനസേ അൽ ബലഹക്കുമുൽ ഖബർ, എന്ത് വിഷയം നിങ്ങൾ കുഞ്ഞില്ലേ ചെന്ന് കേട്ടു. അപ്പ അനസുള്ളാണ് ചൊന്തു, ഇല്ല നാശം നിനക്കെന്ത് വിഷയം ಗೊತ್ತಿಲ್ಲ. അപ്പ ഈ ബന്നാൾ ചൊല്ല് ഫൈനൽ ഖംറ ഖദ് ഹുർരിമത്, അനസേ കല്ല് ഹറാമായി. പടച്ചറബുടെ ഖുർആൻ കല്ല് നിഷേധാക്കിയിട്ടായിട്ട് ആ വിഷയം നിങ്ങൾ കൊന്നില്ലേ, നിങ്ങളുടെ കല്ലിങ്ങനെ വിതരണാക്കി കൊടുത്തോണ്ടല്ലേ മാസം ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും. അപ്പ അനസുള്ളാണ് ചൊല്ല് അരിത് ഹാദിഹിൽ ഖിലാൽ, എന്നിട്ട് ചൊന്തു പറഞ്ഞാല് അനസേ കല്ല് നിഷേധായ ആയത്ത് വന്നിട്ടായിട്ട് എന്നിട്ടായെങ്കിലാ നിങ്ങെതിരെ ഈ കല്ലുടെ ഈ പാത്രത്തെ നിങ്ങൾ എന്താക്കണോ, അതിനെ നിങ്ങൾ തുയ്യണോ ചെന്നിട്ട് ഇങ്ങനെ ചൊല്ലപ്പെടുത്തുക. അനസുള്ളാണ് പിന്നെ തിരിഞ്ഞു മറിഞ്ഞ് നോക്കില്ല ചെന്നിട്ടായിട്ട് ആ പോയിട്ട് ഒന്ന് കേട്ട് നോക്കൂടെ. അല്ല കല്ല് ഇപ്പല്ലേ ഹറാമായേ, ഇപ്പ ഹറാമായ കാലത്ത് ഉള്ളത് കുറിച്ച് തീർക്കുക ചൊല്ലേ, ആ ഒരു ഇതിക്ക് പോലും അങ്ങ് പോയില്ല ചെന്നിട്ടായിട്ടിക്കര്. അപ്പമേ അതിൽ കുഞ്ഞാറ് ചെന്നിട്ടായിട്ടിക്കര്. അനസുള്ളാണ് ചൊല്ലേ വല്ലാഹി മാ ഖാലു ഹത്താ നൻദുറ വനസ്തല, നോക്കട്ടെ ഞങ്ങൾ ആലോചനാക്കി നോക്കുക, അല്ലെങ്കിൽ നബി തങ്ങളെ പോയിട്ട് കേട്ട് നോക്കൂടാ ചൊല്ലേ. ഇങ്ങനത്തെ ഒരു തീരുമാനം പോലും അങ്ങ് ആക്കില്ല. അപ്പമേ കല്ലുടെ തൂഞ്ഞാറ് ചെന്നിട്ടായിട്ടിക്കര്. ചരിത്ര പടിപ്പാട്ടിൽ അത്രയും ശക്തമായിട്ടും ആ നിലപാട് അങ്ങ് ബന്നാറ് ചെന്നിട്ടായിട്ടിക്കര് മഹാന്മാരായ ഇമാമിങ്ങ പടിപ്പാട്ട്. കാരണം അത്രത്തോളം കല്ല് ഹറാമായാൽ പിന്നെ അതിനെ ഭാഗത്തേക്ക് അങ്ങ് പോയില്ല ചെന്നിട്ടായിട്ടിക്കര് സ്വഹാബത്ത് പടിപ്പാട്ട്. മാത്രല്ല എന്നിട്ട് സ്വഹാബത്ത് ചൊല്ലാരും ഒരാൾ മാത്തു അവന്റെ മോല് മാത്തു കല്ല് കുടിയക ഗാഞ്ച വലിക്കണോണ്ടുക മാത്തു മങ്ങിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവನು അവന്റെ പിഞ്ഞായിടെ അവന്റെ മോലില് വ്യഭിചാരത്ത് കൊടുത്തതിനെ പോലെ ചെന്നിട്ടായിട്ടിക്കര് ഹാന്മാരായ സ്വഹാബത്ത് പടിപ്പാട്ടാറ്. ഓർത്ത കല്ലുകുടിയക അല്ലെങ്കിൽ ആ ഗാഞ്ച വലിക്കണോണ്ടുക മാത്തു അവന്റെ മോല് മാത്തു നിക്കാഹാക്കി കൊടുത്തിട്ടുണ്ടെങ്കിലും അവന് വ്യഭിചാരത്തുക കൊണ്ട് മോലെ കൊടുത്ത പോലെ ചെന്നിട്ടായിട്ടിക്കര്. കാരണം ചെന്നിട്ടുണ്ടെങ്കിലും കല്ലുകുടിയ തന്റെ പിഞ്ഞായിരെ എത്രമാപ്പെട്ട തൊലാക്ക് ചെന്നിട്ടിക്കുക, അത് അവന് വന്ന് മുന്താവൻ അവന്റെ മസ്തില് എത്രമാപ്പെട്ട തൊലാക്ക് ചെന്നിട്ടിക്കുക. ആ കാരണത്തില കല്ലുകുടിയന്മാർക്ക് നിങ്ങളെ മക്കള് നിങ്ങ മങ്ങിലാക്കിട്ട് കൊടുത്തിട്ടുണ്ടാ ചെന്നിട്ടായിട്ടിക്കര് സ്വഹാബത്ത് പടിപ്പാട്ട്. അത്രത്തോളം ഒരു ശക്തമായ ഒരു നിലപാട് അങ്ങ് വന്നാറ് ചെന്നിട്ടായിട്ടിക്കര് ചരിത്ര നിങ്ങളുടെ പടിപ്പാട്ടും പറ്റുക. മാത്രല്ല കല്ല് ഒരു കാലത്തിൽ ഹലാലായിട്ടുണ്ടെങ്കിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്ന് ചൊന്തു, ജിബ്രീൽ യാ മുഹമ്മദ് ഇന്നല്ലാഹ ലഅനൽ ഖംറ, അതേ നബിയെ കല്ലുടെ വിഷയത്തില് 10 ആൾമാർ അള്ളാഹു ശപിച്ചരാജ് വന്നിട്ടായിട്ടിക്കര് ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നിട്ട് ഓർക്ക നബി തങ്ങളെ ടീച്ചോണ്ട് കല്ലുടെ കാരണത്തില് 10 ആൾമാർ അള്ളാഹു ശാപ വെച്ചിരാം, 10 ആൾമാർക്ക് അള്ളാഹുടെ റഹ്മത്ത് കിട്ടല ചെന്നിട്ടായിട്ടിക്കര് ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ടീച്ചോണ്ടു. എന്നിട്ട് ചൊല്ലു ഒന്നാറ് ചെന്നിട്ടായെങ്കില് കല്ല് ചൊല്ല വസ്തുരമ അള്ളാഹു ശപിച്ചരാജ് വന്നിട്ടായിട്ടിക്കര്. കല്ല് ചൊല്ല ആ വസ്തുരമേ അള്ളാഹു ശപിച്ചറ ഒന്നു. രണ്ടാമത്തേത് കല്ല് ഉണ്ടാക്കണം വേണ്ടിയിട്ട് ഐക്കുല്ലേ മുന്നോളാക്കിക്കൊണ്ടിരുന്ന ചെന്നിട്ടുണ്ടെങ്കിലും മുന്തിരി പുല്ലിട്ടായിട്ടിക്കരും അല്ലെങ്കിൽ ഈത്ത പോലത്തെ പുല്ലിട്ടായിട്ടിക്കര് അതിനെ പിന്നെ പുല്ലിട്ടായിട്ടിക്കർ ആക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ പുലിയണുകുല്ല കാരണാറ് പുലിയ ആറ് പുല്ലിറാം അവന്റെയും അള്ളാഹു ശപിച്ചറാം. 3 അത് ആർഗ്യുമെന്റ് ആയിട്ടിക്കരുത് പുല്ല് കൊടുത്തര് അല്ലെങ്കിൽ അതിന് സ്വറ ആർഗ്യുമെന്റ് ആയിട്ട് എടുത്തു കൊടുത്തര് അവന്റെയും അള്ളാഹു ശപിച്ചറാം. 4ാമത്തേത് അത് വിത്തവണു, ആ കല്ല് വിത്തവണു ഗാഞ്ച വിത്തവണു ഓടുക്കും അള്ളാഹുടെ ഷാപ്പുണ്ട് ചെന്നിട്ടായിട്ടിക്കരും. 5ാമത്തേത് അതിനെ പർച്ചേസ് ആക്കിയവണു. ആര് പർച്ചേസ് ആക്കിയാണ് പർച്ചേസ് ആക്കിയിട്ട് അവൻ യൂസ് ആക്കിയില്ലെങ്കിലും സമ പിന്നെടുത്തൊക്കെ കൊടുക്കലുണ്ടെങ്കിലും സമ അവനുക്കും അള്ളാഹുടെ ഷാപ്പുണ്ട് ചെന്നിട്ടായിട്ടിക്കരും. 6 ആ കല്ലിടെ പുറത്തോട്ട് പോയ അല്ലെങ്കിൽ ആ ഗാഞ്ചത്തെ ഒരു ജാഗിയെ പിന്നൊരു ജാഗിയൊക്കെ പുറത്തോട്ട് പോയ എന്നുണ്ടെങ്കിലും അവനുക്കും അള്ളാഹുടെ ഷാപ്പുണ്ട് ചെന്നിട്ടായിട്ടിക്കരും. 7 അത് ആർഗ്യുമെന്റ് ആയിട്ടിക്കര് കൊമ്പോണ്ട് അവനുക്കും അള്ളാഹുടെ ഷാപ്പുണ്ട് ചെന്നിട്ടായിട്ടിക്കര്. പോയവനുക്കും ഷാപ്പുണ്ട്, ആർഗ്യുമെന്റ് കൊമ്പോണ്ട് അവനുക്കും ഷാപ്പുണ്ട് ചെന്നിട്ടായിട്ടിക്കര്. 8 ആക്കിലു സമനിഹ കല്ല് കിട്ടിയ പൈസ ആറ് പെഞ്ഞായ്മക്കത്തിന് വാട്ടിയാണ് അവനുക്കും അള്ളാഹുടെ ഷാപ്പുണ്ട് ചെന്നിട്ടായിട്ടിക്കരും. അതേപോലെ കുടിച്ചവനുക്കും അതേപോലെ കുടിക്കുന്ന വേണ്ടിട്ട് ഗ്ലാസ് വീട്ടി കൊടുത്തവനുക്കും ഇങ്ങനെ 10 ആൾമാർക്കും കല്ലുടെ കാരണത്തില് അള്ളാഹുടെ ഷാപ്പുണ്ട് ചെന്നിട്ടായിട്ടിക്കര് മഹാനായ ജിബ്രീൽ അലൈഹി ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
വന്ന് ചൊന്ന സംഭവ ഇമാമിങ്ങൾ കിതാബിൽ രേഖപ്പെടുത്തിപ്പിക്കാറ്. ഇങ്ങനെ ഈ കല്ലുടെ ഇത്രയും ശക്തമായ നിയമം പറഞ്ഞുകൊള്ള കാരണം പോലും മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിട്ടിക്കരുത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കല്ലുടെ വിഷയത്തിൽ ഒരു കാലത്തിൽ കല്ലുടെ എഡിറ്റ് ആയിട്ടുണ്ടെങ്കിലും പിന്നെ ആ കല്ലുടെ വിഷയത്തിൽ ഭയങ്കരമായിട്ടും നഫ്രത്ത് പോലെ ആയിട്ടിക്കര് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടിട്ടുള്ളത്. അല്ലാഹു തആല ആ ദറജ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. അങ്ങനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഏത് വിഷയത്തിലും വലിയൊരു ദീർഘദൃഷ്ടിയുള്ള ആളായിട്ടിരിക്കും. ഏതൊരു വിഷയത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ വിഷയത്തിലും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അഭിപ്രായക്കാണ്ട് തീരുമാനം എടുക്കല. ഏതൊരു വിഷയം വരുമ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വലിയൊരു ദീർഘദൃഷ്ടിയായിട്ടിരിക്കും. ഇങ്ങനെ നോക്കോരോ ഒർക്ക ബദർ യുദ്ധം കഴിഞ്ഞിട്ടാകുമ്പോത്തുക ബദർ യുദ്ധത്തില് കുറെ ആൾമാരെ മുശ്രിക്കീങ്ങളെ കുറെ ആൾമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കി തോന്നുന്നുണ്ടാ. അതിൽ ചത്ത ആൾമാർ ബദർ യുദ്ധത്തിൽ ചത്ത ആൾമാരെ മുശ്രിക്കീങ്ങളെ പൊട്ടുകിണത്തിലെല്ലാം കുറെ ആൾമാർ ഇട്ടിട്ട് അങ്ങനെ ഇത് കഴിഞ്ഞിട്ടുള്ള ആയാൽ പിന്നെ മക്കത്തിൽ വെച്ചിട്ട് ഉമൈർ ഇബ്നു വഹബ് ചൊല്ല ആളും സഫ്വാൻ ഇബ്നു ഉമയ്യ ചൊല്ല ആളും ഇങ്ങനെ രണ്ടാളും ബദർ യുദ്ധം കഴിഞ്ഞാൽ പിന്നെ എന്താക്കാറ് കൊണ്ടുണ്ടാ ഇങ്ങനെ വലിയ ശൈത്താന്മാരായിട്ടിക്കറാറ് ചൊമ്മ നിബിതങ്ങൾക്ക് ഉപദ്രാക്കിയ ആൾമാരും കൂടിയായിട്ടിക്കര് നിബിതങ്ങളെ സ്വഹാബത്രയും ചൊമ്മ ഉപദ്രാക്കിയ ആൾമാരായിട്ടിക്കറാറ് ഈ രണ്ടാൾമാരും. അങ്ങനെ ഈ രണ്ടാൾമാരും ലച്ചിട്ട അങ്ങ ഈ ബദർ യുദ്ധത്തെ സന്ദർഭത്തിൽ മക്കത്ത് മുശ്രിക്കീങ്ങ ആരെല്ലാം ചത്തറാറ് ആരെല്ലാം അതില് പിന്നെ പിന്നെ അതില് സത്യവിഷയ ഇതിന്റെ വിഷയത്തിലുള്ള ഭാര്യ ഇങ്ങനെ ബേജാറൊക്കെ അതിന്റെ വിഷയം ഇങ്ങനെ പലക്ക പറഞ്ഞുകൊണ്ടിരിച്ചാറ്. എന്നിട്ടാ അതിൽ ഒരാൾ ചൊല്ലേ വല്ലാഹി ഇന്ന ഫിൽ ഐശി ഖൈറൻ ബഅദ അങ്ങനെ പിന്നെ ഞങ്ങളുടെ ജീവിത ഒരു ഖൈരേ ഇല്ല ഒരു സന്തോഷമേ ഇല്ല. കാരണം അബൂജഹൽ പോയിട്ട് ഉത്ബത്ത് പോയിട്ട് ഷൈബത്ത് ഇങ്ങനെ ചൊമ്മാൽമാർ അതിലെന്താ ഇടാറ് ചിത്രാണ്. അപ്പ ഇങ്ങനെ കാരണത്തിൽ അങ്ങ് ഒരു ജീവനനെ ഭയങ്കരമായിട്ടും ടെൻഷൻ ആയിട്ടിക്കര് ചൊല്ലതായിട്ടിക്കര് ഇങ്ങനെ ചർച്ചയാക്കിയിട്ടുള്ളൂ. അപ്പ ഉമൈർ ഇബ്നു വഹബ് ചൊല്ലെ ഈ ഏറ്റവും വലിയ മുശ്രിക്കായ ഈ മനുഷ്യ ചൊല്ലെ സ്വദഖ്ത വല്ലാഹ് അതെ ഇങ്ങനെ ചൊന്നത് കറക്റ്റ് ആയിട്ടിക്കര് അങ്ങനെ സത്തോൽ പിന്നെ ഞങ്ങൾ ഒരു ജീവനമേ അർത്ഥമില്ല ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അർത്ഥമില്ല ചൊന്നിട്ട് ചൊല്ലെ ചൊല്ലെ ആര് ഉമൈർ ഇബ്നു വഹബ് ചൊല്ലെ ആൾ ചൊല്ലെ നക്കുമാത്തു കടമാത്തു ഇല്ലാണ്ടായെങ്കിൽ അത് മാത്രല്ല നക്കുമാത്തു ചെറിയ മക്കമാത്തു ഇല്ലാണ്ടായെങ്കിൽ ഞാൻ മുഹമ്മദ് തല ഇപ്പം എടുക്കാൻ ചെന്നിട്ടു ഉമൈർ ഇബ്നു വഹബ്. കാരണം നക്ക് ചെറിയ മക്കൊണ്ട് നാണ് മാത്തു മുഹമ്മദ് തലെടുക്കണു പോയിണ്ടായെങ്കില നന്റെ മാത്തു തിരിച്ചിട്ട് മാത്തു കൊണ്ടുണ്ടായെങ്കിൽ നന്റെ മക്ക തെരുളാവാറ്. അല്ലെങ്കിൽ നക്ക് കുറെ കടണ്ടുരായത്തില് അത് മാത്തു വീട്ടിലാൾമാർ ഇല്ലാണ്ടായി പോണ്ടു ഐക്യവിനായിട്ട് മാത്രം നാണെന്താക്കിയിട്ടുണ്ടെങ്കിൽ മുഹമ്മദിനെ തലെടുക്കാണ്ട് മുണ്ടത് ഇച്ചിരി ചെന്നിട്ടു ഈ ഉമൈർ ഇബ്നു വഹബ് ചൊല്ലെ ഈ മനുഷ്യ സഫ്വാൻ ചൊല്ലെ ആലിട്ടിಗೆ ഇങ്ങനെ പലക്ക പറഞ്ഞുകൊണ്ടു. അപ്പ ഈ സഫ്വാൻ ചൊല്ലെ ആൾ ചൊന്തു എന്ത് നീക്ക് പിടിച്ച ഫൈനലി ഫീഹിം ഇല്ല പിന്നെ നീ എന്ത് പേടിക്കണ്ട അതെല്ലാം നായിട്ടെടുക്കുക. കാരണം നിന്റെ മക്ക തെരുളാവ് ചൊന്നിട്ട് വിവരിക്കണ്ട നന്റെ മക്കളെ ഒട്ടിക്കുമേ നിന്റെ മക്കളെയും നാണ് കൂട്ടികളുടെ. അത് മാത്രല്ല എത്ര കടണ്ടു എല്ലാ കടത്തെയും നാ വിട്ടെ ഒരു ടെൻഷനും ആക്കണ്ട. ഉല്ലെന്തിരെ ചൊന്നിനെങ്കിലും ഞങ്ങളെ കുടുംബത്തെങ്ങനെ കൊന്നേ മുഹമ്മദിനെ തലെടുക്കണം. ഇത് മാത്രമായിട്ട് ഞങ്ങളെ മുന്നിൽ ചൊന്നിട്ടു ഇങ്ങനെ ചൊന്നിട്ടാകുമ്പോട്ടുക ഇയാൾ പുറത്തേക്ക് തന്റെ ബാലം പിടിച്ചോട്ട് ഇയാൾ പുറത്തേക്ക് ബാലിലെ ഒടിക്ക് വിസയും ആ വിസത്തെയും പുറത്തിട്ടായിട്ട് ഇയാൾ പുറത്തായിട്ട് ഇങ്ങനെ അയാൾ മക്ക വിട്ടിട്ടു മദീനത്തെ ബൗണ്ടറിക്ക് മദീനത്തെ എത്തുമ്പോഴായിട്ട് ഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തും ആ ബദർ യുദ്ധത്തെ വിജയം കിട്ടിയ കാരണത്തില് ചന്തങ്ങ വെച്ചിട്ട് മുന്നിട്ടുള്ള അള്ളാഹു തന്നെ സഹായവും അതേപോലെ ആ ബദർ യുദ്ധത്തെ വിജയത്തെയും ഇതിനെല്ലാം പറക്ക പറഞ്ഞോണ്ടിരിക്കുമ്പോഴായിട്ട് അപ്പായിട്ടിക്കര് ഈ ഉമൈർ ഇബ്നു വഹബ് ചൊല്ലെ ഈ മനുഷ്യ ദൂരത്തെ ബണ്ടത് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊന്തു ഇയാള് സമത്തെ തെരുക്കു ಬಂದರಲ್ಲ ഈ ചൊമ്മ ഞങ്ങൾക്ക് ഉപദ്രാക്കുണ്ടായിട്ടിക്കര് ಬಂದರೆ ചെന്നിട്ടു ഇങ്ങനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ദൂരത്തെ കാണുമ്പോഴത്തേക്ക് ചൊന്തു ഇൻഷാ അല്ലാഹ് അയാൾ വന്നിട്ട് എന്തെല്ലാം നടക്കരു സംഭവ ഇൻഷാ അല്ലാഹ് നാളെ ചൊല്ലാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വഹാബത്തിനെ ധാരാളം ചരിത്രം പഠിക്കൊടുക്കും. അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ഇസ്ലാമിക് റിപ്പബ്ലിക്കോ രണ്ടാമത്തെ ഖലീഫയായിട്ടുള്ള ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അതിൽ യഥാർത്ഥമായിട്ടും ജീവന ചരിത്രം പഠിച്ചിട്ട് ആ ഒരു ചരിത്രം നിങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുക. അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.